നെല്ല് പുഴുങ്ങി ഉണക്കി കുത്തി നുറുക്കരി ഉണ്ട്, അതുപോലെ ചോറ് വെക്കാനുള്ള കുത്തരി ഉണ്ട്. അപ്പോൾ ഇതൊക്കെ മക്കളെ, ഇതൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെയുള്ള ഭക്ഷണമൊക്കെ ഒന്ന് കഴിച്ചോക്കണം. അതിൻ്റെ ഒരു ടേസ്റ്റ് എന്താണെന്ന് അറിയാം. മുറത്തിൽ ഇങ്ങനെ ചേരുക, നമ്മളിതിൻ്റെ ഉമി കളയുക. പണ്ടൊക്കെയൊന്നും ഇങ്ങനെ കൊയ്ത്തും മെല്ലും ചേറലൊക്കെ ഉണ്ടാകുക. പക്ഷെ ഞാൻ ഇതൊക്കെ ഇപ്പോഴും ഇങ്ങനെ മുന്നോട്ട് കുറച്ച് കൊല്ലത്തിലൊരു പ്രാവശ്യമെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു പോവുകയാണ്. ഇതിലൊക്കെ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. പിന്നെ എന്താ പറയുക, നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ് ചെയ്യണം. യൂട്യൂബിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യണം. നിങ്ങളെല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് എനിക്ക് എന്താ പറയുക, നമ്മുടെ ഈ കുഞ്ഞു സ്വർഗം പൊളിച്ചിട്ട് ഇവിടെ ഒരു അടുക്കളയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ നിങ്ങളെ സപ്പോർട്ട് വേണം. സപ്പോർട്ട് എന്ന് പറയുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, അതുപോലെ ഫോളോ ചെയ്യാത്തവരും സബ് ചെയ്യാത്തവരൊക്കെ അതൊക്കെ ചെയ്ത് ഇന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മതി കേട്ടോ. എന്തൊക്കെ വിശേഷം, എല്ലാവർക്കും സുഖമാണ്. അപ്പൊ ഇന്ന് നമ്മള് ഒരു നാടൻ വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഇങ്ങനെയുള്ളത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, കൃഷിക്കാരെ ചെയ്യുന്ന വീഡിയോസിലൊക്കെ ഇങ്ങനെയുള്ള വീഡിയോകൾ കണ്ടിട്ടുണ്ടാവും. ഞാൻ ഇതിനടുത്ത് ഒരു വീഡിയോ ചെയ്തിരുന്നേ, നെല്ല് പുഴുങ്ങി ഉണക്കാനിടുന്നത്. അത് കുത്തിയിട്ടുള്ള വീഡിയോ ഒന്നും ചെയ്തിട്ടില്ലല്ലേ. അപ്പൊ 2 പ്രാവശ്യം നമ്മളിവിടെ നെല്ല് പുഴുങ്ങിയിരിക്കണ്. ഒന്ന് ഉണങ്ങല്ലരി കിട്ടാൻ വേണ്ടിയിട്ടും, ഉണങ്ങല്ലരി എന്ന് പറയുമ്പോൾ നമുക്ക് ചായക്കടി ഉണ്ടാക്കാനൊക്കെ പറ്റും. ചായക്കടി ഉണ്ടാക്കാം. നമ്മൾ ഈ നുറുക്കരി വാങ്ങണില്ലേ, നമ്മൾ ഇപ്പോൾ പനിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമ്മൾ കുട്ടികൾക്കായാലും വലിയവർക്കായാലും പിന്നെ വായിൽ പുണ്ണൊക്കെ വരുമ്പോഴും നല്ല പനി വരുമ്പോഴും പെട്ടെന്ന് ദഹിക്കാനൊക്കെ ഉണങ്ങല്ലരി വാങ്ങി കഞ്ഞി വെച്ച് കുടിക്കൂലേ, ആ ഒരു ഉണങ്ങല്ലരി ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചോറ് വെക്കാൻ സാധാരണ കുത്തരി, നെല്ലുത്തരി, അതും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. 2 പ്രാവശ്യം നെല്ല് പുഴുങ്ങി ഉണക്കി. അപ്പോൾ ഒരു പ്രാവശ്യം നമ്മള് കുത്തരി ചോറ് വെക്കാനുള്ള അരി കുത്തി കൊണ്ടുവന്നിട്ടില്ല, ഉണക്കി വെച്ചിട്ടുള്ളൂ. അത് ഉണക്കാനൊന്നുമില്ല, അത് പുഴുങ്ങി വാങ്ങിച്ച് പിന്നെ തണുപ്പത്തിട്ടുകൊണ്ടാണ് അത് ഉണക്കുക, ചോറ് വെക്കാനുള്ള അരി. ഇത് നിറഞ്ഞ് വെയിലത്തിട്ടുകൊണ്ടാണ് ഉണക്കുന്നത്. അപ്പോൾ ആ അരിയാണ് പെട്ടത്. അപ്പൊ ഞാനൊന്ന് കാണിച്ചു തരാം, ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളതൊന്ന് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇത് ഉണങ്ങല്ലരിയാണ്. ഇനി ഞാൻ വീഡിയോ കാണിക്കാത്തത് അത് ഞങ്ങൾക്ക് കാണിച്ചു തരാം, വേറൊരു വീഡിയോ ചെയ്യാം. അത് ചോറ് വെക്കണ അരിയാണ്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കുറേ ചോറ് കഴിക്കണമല്ല, കുറേ ചോറൊന്നും വേണ്ട, കുറച്ച് ഭക്ഷണമാണെങ്കിലും കഴിക്കണത് നല്ല നാടൻ രീതിയിൽ നല്ല ചോറ്, അത് കഴിക്കണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഈ വെളുത്ത അരിയൊന്നല്ല, ഈ തവിടുള്ള അരി, നെല്ലുത്തരി, അതിൻ്റെ ചോറൊക്കെയാണ് എനിക്കിഷ്ടം. അപ്പൊ കുഞ്ഞാണിയൊക്കെ കുറച്ച് നെല്ലൊക്കെ സംഘടിപ്പിച്ച് കൊണ്ടുവന്ന് വാങ്ങി ഞങ്ങൾ 2 തവണയായിട്ട് പുഴുങ്ങണ ഒരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചിരുന്നു, നെല്ലൊന്നും കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇത് എങ്ങനെയാണ് ഞാനൊന്ന് കാണിച്ചു തരട്ടെ, പറഞ്ഞേ. അപ്പൊ ഞാനിങ്ങനെ നാഴി കൊണ്ട് ഇങ്ങനെ ഇരുന്നാവൂരി അരി എന്നൊക്കെ പറഞ്ഞ് മുറത്തിലിട്ടിട്ട് ഇങ്ങനെ ചേറുകയാണ്. അപ്പൊ എല്ലാരും പറയും എന്നോട്, എന്റെ ഫ്രണ്ട്സൊക്കെ പറയട്ടെ, ചില ഫ്രണ്ട്സൊക്കെ എന്നോട് പറയും, ഇജിപ്പോഴും പണ്ടുള്ള ആൾക്കാരെ ഭാര്യയാണ്, എനിക്കൊരു അതില്ല, മോഡലില്ല, അതില്ല, യൂട്യൂബിലായാലും ഫേസ്ബുക്കിലായാലും മാക്സൊക്കെ ഇട്ടുകൊണ്ട് വരികയാണ് എന്ന് പറയും. അപ്പോൾ ഞാനിപ്പോൾ അത് ഫേസ്ബുക്കിലും കാണും യൂട്യൂബിലും കാണും, അങ്ങനെയുള്ള ഒരു വീഡിയോ ആണ്. രണ്ടിലും ഒന്ന് തന്നെയാണ് കൊണ്ടുപോയി തള്ളല്. യൂട്യൂബിൽ ഇടുന്നതന്നെ ഫേസ്ബുക്കിലും തള്ളും, ഫേസ്ബുക്കിൽ ഇടുന്നതന്നെ യൂട്യൂബിലും തള്ളും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ചെയ്യണത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എനിക്ക് എന്തെങ്കിലും ഒരു വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യണത്, വീഡിയോ ചെയ്യണത്. അപ്പൊ നമ്മൾ ഈ വീട്ടിൽ ചെയ്യണ ഈ കാര്യങ്ങൾ ഓരോന്ന് അറിവില്ലാത്ത ആൾക്കാർക്ക് അവർക്ക് അറിവുണ്ടാവാനും ഇതുപോലെയൊക്കെ ചെയ്യാം, ഇങ്ങനെയൊക്കെ ചെയ്യാം അതൊക്കെ മനസ്സിലാക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ചില വലിയ വീഡിയോസ് ഒന്നും അല്ലെങ്കിലും ചെറിയ കുഞ്ഞു വ്ളോഗുമായിട്ട് വരുന്നത് കേട്ടോ. അപ്പോൾ എനിക്കും മോഡലൊക്കെ ഉണ്ട്, മോഡലില്ലാന്നും പറയണ്ട. ഞാനിപ്പോൾ എന്താ പറയുക, വീട്ടിലിരിക്കുമ്പോൾ ഇങ്ങനെ നൈറ്റ് ഇട്ടിട്ടാണ്. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും കാണുമ്പോഴും ഞാൻ വീട്ടിൽ ഇങ്ങനെയാണ്. മിക്കവാറും ആൾക്കാരൊക്കെ ഇടയ്ക്ക് ഇറങ്ങുമ്പോൾ അതാ മുന്നിൽ ഇങ്ങനെ ഒരു തോർത്തുണ്ടാവും, തലയിൽ ചുറ്റിക്കെട്ടും. അതല്ല, ഈ തോർത്ത് ഇല്ലാച്ചെങ്കിൽ ഷാൾ ഇങ്ങനെ ഇടും. വീട്ടിൻ്റെ ഉള്ളിൽ കയറിയ തട്ടങ്ങനെ ചുറ്റിക്കെട്ടി ഇങ്ങനെ ഇടും.
പിന്നെ ഇവിടെ തോർത്തും മുണ്ടോ ഷാളൊന്നും ഉണ്ടല്ലോ, നമ്മളെ വീട്ടിൽ ഇങ്ങനെ നടക്കും, ആരും കാണൂലല്ലോ. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ഈ ഷാള് ചിലപ്പോൾ മുന്നിൽ കൂടെ ഇട്ട് ഇങ്ങനെ നടക്കും, അതല്ല വെച്ചെങ്കിൽ ഈ തോർത്തും മുണ്ടുണ്ടാവും. അപ്പൊ വീട്ടിലാണെങ്കിലും നാട്ടിലാണെങ്കിലും അങ്ങാടിയിലാണെങ്കിലും ഒക്കെ ഞാൻ എന്താ ഇങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പൊ അത് ചോദിക്കണവരോട് ഞാൻ പറയാണ്. ഇപ്പൊ നാളെ ഫേസ്ബുക്കിലാണ് അങ്ങനെ ഒരു കമന്റ് ഞാൻ കണ്ടത്, നിങ്ങളെന്താ നൈറ്റി ഒക്കെ ഇട്ട് വരുന്നത്, എനിക്ക് ഇനി നേരം വെളുത്തിട്ടില്ലേ, തള്ള വൈബാണ്, തള്ളക്കോലാണ്. അതൊന്നും എനിക്കൊരു കുഴപ്പമില്ല, എന്ത് കമന്റ് ആയാലും നിങ്ങൾ തന്നോളി, എനിക്കതൊരു വിഷയമല്ല കേട്ടോ. അത് വിചാരിച്ച് നിങ്ങൾ വലിയ തള്ളയൊന്നും ആക്കണ്ട. പിന്നെന്താ പറയാ, കല്യാണത്തിന് പോകുമ്പോൾ ഞാൻ നല്ലോണം ഒരുങ്ങിക്കൊണ്ട് തന്നെയാണ് പോവുക. അതായത് ക്രീമൊക്കെ ഇടും, പൗഡറൊക്കെ ഇടും, കൺവെഷൊക്കെ ഇടും, ലിപ്റ്റിക് ഇടും കേട്ടോ. അല്ലാത്ത സംഭവങ്ങളൊക്കെ എനിക്കും അത്യാവശ്യമുണ്ട്. പിന്നെ അംഗനവാടിക്ക് പോകുമ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മൾ ചെയ്യൂല. സാധാരണ കുളിയും കഴിഞ്ഞ് ചിലപ്പോൾ ഒരു ലേശം പൗഡർ കുറച്ചിങ്ങനെ ഇട്ട് അങ്ങനെ ഇടും. പിന്നെ കൺമഷി കണ്ണെഴുതണം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ, ചെറുപ്പം മുതലേ ഉള്ളതാണ്. എപ്പോഴെങ്കിലുമൊക്കെ അങ്ങനെ ഉണ്ട്, അല്ലാതെ മോഡൽ ഇല്ല എന്നൊന്നും പറയണ്ട. അപ്പൊ ഇങ്ങനെയാണ് അരി ചേരുക. അരി ചേറുമ്പോൾ കണ്ടതിന്ന് ഞാൻ ഉമി നിങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, ഉമി അങ്ങനെ ഉമി കിട്ടും. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നറിയോ, ഇതിങ്ങനെ ചേറി ഇങ്ങനെ സൂക്ഷിച്ചു വെക്കും. എന്നിട്ട് ഞാൻ ഇതുകൊണ്ട് നമുക്ക് വെള്ളത്തിലിട്ടിട്ട് ഈ നുറുക്കരി വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് നമുക്ക് ഓട്ടട ചൂട, ദോശ ചൂട, പാലപ്പം ചൂട, പുട്ട് ചൂട, ഇഡ്ഡലി, എല്ലാത്തിനും നല്ല അടിപൊളിയാണ് കേട്ടോ. നമ്മൾ സാധാരണ കടയിൽ നിന്ന് വാങ്ങണ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന ആ പച്ചരി ഉണ്ടല്ലോ, അതിലേറെ ടേസ്റ്റ് ആയിരിക്കും ഇതുകൊണ്ടൊക്കെ. നൂൽപുട്ടൊക്കെ ചുട്ടാൽ, അതുപോലെ നമ്മൾ ഇലയപ്പം ചുട്ടാൽ, ചക്കപ്പം ചുടുമ്പോൾ അതിൽ കൂട്ടിയാൽ, അതുപോലെ ശർക്കരയും തേങ്ങയിട്ട് നെയ്യപ്പം ചുട്ടാൽ, നെയ്യപ്പമൊക്കെ ചുട്ടാൽ, ഉണ്ണിയപ്പൊക്കെ ചുട്ടാൽ എത്രയും കഴിക്കും ഇത് കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനൊരു 10 കിലോന് ഉണങ്ങല്ലരി കുത്തിക്കണ്, അതുപോലെ 12 കിലോ വെക്കാനുള്ള കുത്തരി ചോറിന് അതിനുള്ളതും ഉണ്ട് കേട്ടോ. അപ്പോൾ അതിനാണ് മക്കളെ ഞാൻ ഈ അരി വാങ്ങിയിട്ടുള്ളത്. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമാണത്. പിന്നെ നമ്മളെ കൊണ്ട് ഇപ്പൊ കാലാകാലം ഈ അരി തന്നെ വാങ്ങി കഴിക്കാനുള്ള കഴിവൊന്നും നമുക്കില്ല. പറ്റുന്ന മാതിരി എപ്പോഴെങ്കിലൊക്കെ എന്തിനൊക്കെ നമ്മൾ പൈസ ചെലവാക്കണം. പിന്നെ നമ്മള് കാലിനോട് ഒരു വേദന എന്താന്നറിയില്ല, ഞാനവിടെ അങ്ങോട്ട് ധൃതിയിൽ പോയപ്പോഴേ എന്തോ ആയതാണ്, കുഴപ്പമില്ല. ഇപ്പൊ നമ്മള് സാധാരണ അരിക്ക്, റേഷൻ അരിക്ക് നമ്മള് ഇപ്പൊ ഞങ്ങൾക്കൊക്കെ റേഷൻ അരി ആണെങ്കിലും കടയിൽ നിന്നൊക്കെ വാങ്ങണമെങ്കിലും 35-40 രൂപന്റെ അരി വാങ്ങുമ്പോൾ അതിലേറെ കുറച്ചും കൂടി പൈസ കൊടുക്കണം ഇതിനൊക്കെ. അപ്പൊ അങ്ങനെ വാങ്ങി നമ്മൾ കഴിക്കൂല. അപ്പൊ നമ്മള് നെല്ല് വാങ്ങുകയാണെങ്കിൽ നമുക്ക് എന്താണ്, ഇങ്ങനെ എല്ലാരും ഇങ്ങനെയൊക്കെ ഒന്ന് വാങ്ങി ചെയ്തൊക്കെ നോക്കണ്ടി. പിന്നെ നമ്മളിങ്ങനെ ചേർന്നതൊക്കെ നമ്മളെ കയ്യിനും നമ്മുടെ ശരീരത്തിനും നമ്മുടെ പേശികൾ ഇങ്ങനെ ഇളകാനും ഒരു എക്സസൈസ് ചെയ്യണതിന് തുല്യാണ് ഇങ്ങനെയുള്ള പണികളൊക്കെ എടുക്കണത്. അപ്പൊ എന്നോട് എല്ലാരും പറഞ്ഞു, താത്ത അവിലിരിക്കണ വീഡിയോ, ഇരിക്കാൻ വേണ്ടിട്ട് ഞാൻ കുറച്ച് നെല്ല് മാറ്റി വെച്ചിരുന്നു. അപ്പൊ അവലിരിക്കണ വീഡിയോ ചെയ്യോണ്ട് താത്താന്ന് പറഞ്ഞിരുന്നു. അപ്പൊ അവലിരിക്കണ വീഡിയോ ഞാൻ ചെയ്യണ്ട് കേട്ടോ. അവലിരിക്കണതും ചെയ്യണ്ട്, അവലിടിച്ചിട്ട് അത് കഴിക്കണതും ചെയ്യണ്ട് കേട്ടോ. അപ്പൊ അതാക്കണ്. പിന്നെ ഇങ്ങനെ ചേർന്നത് ഞാനിങ്ങനെ ചെമ്പട്ടിക്ക് മാറ്റി വെക്കുകയാണ്. പിന്നെ ചേരാനുള്ളത് വലിയൊരു കലത്തിലുണ്ട്, അതിങ്ങനെ ഓരോ നാഴി ഇങ്ങനെ അളന്ന് ഇങ്ങനെ ചേരുക. അപ്പൊ തള്ള വൈബാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണ് കമന്റ് വരുന്നുണ്ട്. തള്ള തന്നെയാണ്. കാരണം വയസ്സായോ ആയില്ലേന്നല്ല, മക്കളെ കല്യാണം കഴിഞ്ഞ് പേരക്കുട്ടിയൊക്കെ ആയ പിന്നെ തള്ള തന്നെയാണ്, ആ വിഷയമല്ല. അപ്പൊ കല്യാണം കഴിഞ്ഞ് 10-20 വയസ്സ് കഴിഞ്ഞ കുട്ടികളുണ്ടാണ്, പിന്നെ ഒരു തള്ളാരായില്ലേ. അപ്പൊ അങ്ങനെ കളിയാക്കണീനൊന്നും യാതൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്തും പറഞ്ഞോളൂ. നിങ്ങൾ ചെയ്യേണ്ടത് എന്താന്ന് വെച്ചാൽ വീഡിയോ ഫേസ്ബുക്കിലായാലും യൂട്യൂബിലായാലും ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ. ഞങ്ങളോടൊരു സന്തോഷ വാർത്ത പറയാം, എനിക്ക് ഫേസ്ബുക്കിൽ നിന്ന് ഏണിങ്സ് കിട്ടാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ കുറേ ആയി ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടില്ല, ഫേസ്ബുക്കിൽ നിന്ന് കിട്ടുന്ന വീഡിയോ ചെയ്തിട്ടില്ല. അപ്പോൾ നമ്മുടെ എന്താ പറയുക, ഈ കുഞ്ഞു സ്വർഗം പൊളിക്കണം, എന്നിട്ട് ഇവിടെ ഒരു അടുക്കള ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മളെ ലൈഫിൻ്റെ വീട് ഫ്രണ്ടിൽ ഇതിൻ്റെ മുന്നിൽ കയറി പണി കഴിയാതെ നിൽക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പണി ഫുള്ളാക്കണം. അതുപോലെ തന്നെ ഈ ഷെഡ് പൊളിച്ചിട്ട്, നമ്മൾ ഈ ഷെഡ് പൊളിച്ചിട്ട് കണ്ടോ, ഇത് പൊളിച്ചിട്ട് ഇവിടെ നമുക്കൊരു കുഞ്ഞടുക്കള ഉണ്ടാക്കണം. അങ്ങനെയൊക്കെയുള്ള സ്വപ്നങ്ങളുണ്ട് എനിക്ക്. അപ്പൊ അതൊക്കെ പൂവണിയാൻ വേണ്ടിയിട്ട് അല്ലേ, ഒരു വീട് എന്ന് പറയുന്ന എല്ലാവരും സ്വപ്നാവും അല്ലേ. അപ്പൊ നമ്മളെ കൊണ്ട് ഒറ്റക്ക് കൂട്ടിയാൽ കൂടൂല എന്ന് പറഞ്ഞാല്, നമ്മളിപ്പോ നിങ്ങൾക്ക് അറിയാലോ, ഞാനിപ്പോ അങ്കണവാടിയിൽ
കുറഞ്ഞ വേതനത്തിന് വേണ്ടി ജോലി ചെയ്യാൻ പോവുകയാണ്. പിന്നെ ആ ജോലി ചെയ്യാൻ പോകുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ഞാൻ അവിടെ എൻ്റെ പെരുമാറ്റങ്ങളും എൻ്റെ ജോലി ഞാൻ മുന്നോട്ട് ഉത്തരവാദിത്തത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകണു. അതിന് കിട്ടുന്ന സാലറി എത്രയാണ് നിങ്ങൾക്ക് അറിയില്ലേ. അപ്പോൾ അതിന് കിട്ടുന്ന മിച്ചം വെക്കുന്നത്. പിന്നെ ഇപ്പം എല്ലാവരും പറഞ്ഞു നിങ്ങൾക്ക് ഒരുപാട് ജോലിയുണ്ട്, പിന്നെ BLO ആയിട്ട് ജോലി ചെയ്യുന്നുണ്ട്, അതിപ്പോൾ വർഷത്തിലൊക്കെ ഞങ്ങൾക്ക് അതിൻ്റെ സാലറിയൊക്കെ കിട്ടുള്ളൂ. പിന്നെ ഇലക്ഷൻ്റെ ഡ്യൂട്ടിൻ്റെ അന്നത്തെ ഇത്, അതുപോലെ ഹൗസ് വോട്ടിങ്ങിന് വോട്ട് ചെയ്യാൻ പോകുമ്പോൾ അങ്ങനെയൊക്കെയുള്ള കുറഞ്ഞ അപ്പം അതിനൊക്കെ നമ്മൾ കഷ്ടപ്പെട്ടിട്ടും പോകണുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മളെ ഈ ഒരു ജീവിതം, നമ്മളെ ജീവിതം ഇങ്ങേ അറ്റത്തുനിന്ന് അങ്ങേ അറ്റത്തേക്ക് മുട്ടിക്കാൻ വേണ്ടിയിട്ട് നമ്മളിത് എത്രപാട് ലോഡാണ്. നമ്മൾ ആർക്കും ഒരു എന്താ പറയുക ദ്രോഹമൊന്നും ചെയ്യാതെ ആരും തട്ടിപ്പറിക്കാതെ നമ്മളായിട്ട് അധ്വാനിക്കുക, ജീവിക്കുക. പിന്നെ നമുക്ക് എന്താ പറയുക, അപ്പോൾ ഒരുപാട് സ്ത്രീകൾ ഇറങ്ങിയിട്ടുണ്ടല്ലേ സോഷ്യൽ മീഡിയയിൽ പണിയെടുക്കാൻ വയ്യ, പൈസ തരുമോ, കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പൈസ തരുമോ, കുട്ടികൾക്ക് ഡ്രസ്സ് വാങ്ങാൻ. ഞാൻ ഇപ്പോൾ ഇന്നലെ ഇപ്പോൾ ഒരു വീഡിയോ കണ്ടു, അതിലുണ്ടൊരു പെണ്ണ് പറയുന്നത്, പിന്നെ ഇവിടെ ഇല്ല, തമിഴ്നാട് സ്വദേശിയാണ് കേട്ടോ, തമിഴ് ചുവണ്ട്, പറയുന്നുണ്ട് കുട്ടികൾക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പൈസ ഇല്ല, വീടിൻ്റെ വാടക കൊടുക്കാൻ. എന്നല്ല അധ്വാനിക്കാൻ പോകുന്ന നല്ലൊരു തണ്ടും തടിയുള്ള ഒരാൾ, ആ ആളാണ് ഈ പറയുന്നത്. വല്ല ജോലിക്കും പോയിക്കൂടെ, കുട്ടികളെ സ്കൂളിലോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലുമൊക്കെ അംഗനവാടിയിലൊക്കെ ആക്കിയിട്ട് കിട്ടുന്ന സമയത്തോ അല്ല പാത്രം കഴുകാനെങ്കിലും പോയിക്കൂടെ അല്ലേ. ഇവിടെ ഇങ്ങനെ വന്നുങ്ങാണ്ട് അങ്ങനെ നമുക്ക് തീരെ താല്പര്യമല്ല. പിന്നെ എന്ത് ജോലിയും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്, എന്ത് ജോലിയും ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഇഷ്ടമാണ് ഞാൻ കണ്ടു പറയും. ഇനിയിപ്പോൾ തൊഴിലുറപ്പിൻ്റെ ജോലിക്ക് പോകാനാണെങ്കിലും എനിക്ക് ഇഷ്ടമാണ്, എന്ത് ജോലി ചെയ്യാനും ഇഷ്ടമാണ്. അങ്ങനെ ജോലി ചെയ്യാനൊരു മടിയോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അതാ ഞാനിങ്ങനെ അരി ഇങ്ങനെ ചേറി എടുത്ത് വെക്കുകയാണ്. പിന്നെ പ്രൊമോഷൻ വർക്ക്, എനിക്ക് വർക്കുകൾ കിട്ടലുണ്ട്. കാരണം ഞാനിങ്ങനെ എന്നെ വിളിച്ചിട്ട് പറയും, താത്ത നിങ്ങൾ വന്ന് കണ്ട പിന്നെ ഇതിൻ്റെ പരസ്യം ഒന്ന് ചെയ്ത് തരി, നിങ്ങളെ പരസ്യം ഞങ്ങളെ ചാനലിലിടുമ്പോൾ അതിന് കൂടുതൽ കമൻറ്റുകളും ലൈക്കും കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് സാധനം ചിലവാകുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ആ ഒരു വർക്കിന് ഞാൻ പോകുന്നത്. ഇപ്പോൾ ഞാൻ കോട്ടക്കൽ, തിരൂർ ഭാഗത്തൊക്കെ പോകലുണ്ട്. അപ്പോൾ എനിക്കതിന് നല്ലൊരു തുക തന്നെ ഒരു തരലുണ്ട്, വണ്ടിക്കൂലി അതിൻ്റെ പുറത്ത് നല്ലൊരു ക്യാഷും ഒരു തരലുണ്ട്. അപ്പോൾ ഇന്നലെ ഒരു വർക്ക് ഉണ്ടായിരുന്നു എനിക്ക്, ഞാൻ പോയി. അങ്ങനെ ഓരോ വർക്കിനും നമ്മൾ കഷ്ടപ്പെട്ട് പോകുന്നുണ്ടെങ്കിൽ ആരുടെ മുന്നിലും കൈ നീട്ടാതെ നമുക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ. പിന്നെ നമ്മളൊക്കെ പഠിക്കേണ്ട കാലത്ത് പഠിച്ച് ഒരു നല്ല സാലറിയിലെ ജോലിയൊക്കെ കിട്ടുകയാണെങ്കിൽ നമുക്ക് എന്താ ചെയ്യുക, ഇങ്ങനെയുള്ളതൊന്നും ചെയ്യാതെ ആ ഒരു ജോലിയുമ്പോൾ തന്നെ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് പോയാൽ മതി. ഇതിപ്പോൾ കുറഞ്ഞ തുച്ഛമായിട്ടുള്ള സാലറി ആകുമ്പോൾ നമ്മൾ പല പല ജോലിക്കും പോകും. അത് അഭിമാനത്തോട് കൂടിയിട്ട് അന്തസ്സായിട്ടുള്ള ചെയ്യേണ്ട ജോലി കേട്ടോ, അല്ലാത്ത ജോലിക്കൊന്നും നമ്മൾ പോകില്ല. ഇപ്പോൾ ഒരു കൂലിപ്പണിയാണെങ്കിലും ഒരു വീട്ടുപണിയാണെങ്കിലും അതിന് ക്യാഷ് കിട്ടുന്നുണ്ടെങ്കിൽ അഭിമാനത്തോടു കൂടി ചെയ്യേണ്ട ജോലി. പക്ഷെ എന്നാലും നമ്മളെ ഈ പെണ്ണുങ്ങളുണ്ട്, ചില പെണ്ണുങ്ങൾ അതിന് പൈസ തരുമോ ഇതിന് പൈസ തരുമോ പറഞ്ഞ കുട്ടികളെ മുന്നിൽ വെച്ചങ്ങാണ്ട് അങ്ങനെ, എനിക്ക് അങ്ങനത്തെ. അപ്പോൾ നിങ്ങളൊക്കെ അങ്ങനെയൊക്കെ പൈസ ഒക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലോണം നിങ്ങൾ സ്ത്രീകൾ വന്ന് രംഗത്ത് വന്നുകൊണ്ട് കരഞ്ഞ് പറഞ്ഞ് അങ്ങനെയാണ് ഇങ്ങനെയാണ്, അത് ഒരിക്കലും നിങ്ങൾ അങ്ങനെ കൊടുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, ഗൂഗിൾ പേ നമ്പർ ഒരു കൊടുക്കും, QR കോഡ് കൊടുക്കും, നിങ്ങൾ അങ്ങനെയൊന്നും ആരും പൈസ കൊടുക്കരുത്. കാരണം അർഹതപ്പെട്ടവർക്ക് മാത്രമേ നമ്മൾ പൈസ കൊടുക്കാൻ പാടുള്ളൂ. കാരണം ഒരു രോഗം വന്നിട്ട് നാട്ടുകാരൊക്കെ അറിഞ്ഞ് അങ്ങനെയുള്ള പിരിവ് അങ്ങനെയൊന്നും ആർക്കും വരാതെ കേട്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ധൈര്യമായിട്ട് പൈസ കൊടുക്കുക. അല്ലാതെ ഇത് എൻ്റെ കുട്ടിക്ക് ബിസ്ക്കറ്റ് വാങ്ങാൻ പൈസ ഇല്ല, എൻ്റെ കുട്ടിക്ക് ഡ്രസ്സ് ഇല്ല, എൻ്റെ കുട്ടിക്ക് പിറന്നാളായിട്ട് അത് വാങ്ങാൻ പൈസ ഇല്ല, അങ്ങനെ ഒരു മടിയില്ല, യാതൊരു മടിയില്ലാതെ വന്ന് ചോദിക്കുന്ന ആൾക്കാർക്ക് ആരും പൈസ കൊടുക്കാൻ നിൽക്കരുത്. അത് എല്ലാവരോടും കൂടി ഒരു അപേക്ഷയാണ്. കാരണം എന്തിനാണ് അർഹതപ്പെട്ടവർക്ക് കൊടുക്കുക, അർഹതപ്പെട്ടവർക്ക്. ഇപ്പം എത്രയോ കിഡ്നി പേഷ്യൻ്റ്, ക്യാൻസർ പേഷ്യൻ്റ്, അതുപോലെ എത്രയോ ആൾക്കാർ നമ്മളെ ഇടയിലുണ്ട്. അങ്ങനത്തെ ആൾക്കാർക്കൊക്കെ നമ്മൾ കൊടുക്കുക, പിന്നെ അവരെ സഹായിക്കുക. അപ്പം ഞാൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്നെ കൊണ്ട് കഴിയും പോലെ. അപ്പോൾ എനിക്കിപ്പോൾ ഇതൊരു എന്താ പറയുക, ഒരു വരുമാന മാർഗ്ഗമാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സഹായിക്കണം. എങ്ങനെ സഹായിക്കണം, എൻ്റെ വീഡിയോ ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം. നിങ്ങൾ എന്ത് ഇഷ്ടമില്ലാത്ത കമൻറ്റൊക്കെ നിങ്ങൾ ഇട്ടോളൂ, എനിക്കൊരു കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ കമൻറ്റുകളൊക്കെ വന്നാലുള്ള നമ്മൾ വീഡിയോ കയറി പോവുക. അപ്പോൾ ഈ വീഡിയോസ് തന്നെയാണ് ഞാൻ. പിന്നെ എൻ്റെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ ഫേസ്ബുക്ക് ഫോളോ ചെയ്യാത്തവരുണ്ടെങ്കിൽ ഫോളോ ചെയ്യുക. അതുപോലെ തന്നെ
ഇൻസ്റ്റാഗ്രാം ഉണ്ട്. ഇൻസ്റ്റാഗ്രാം നിങ്ങളൊന്ന് ഫോളോ ചെയ്യണം കേട്ടോ. അപ്പോൾ എല്ലാവരും കൂടി ചെയ്യുകയാണെങ്കിൽ എനിക്ക് അത് വലിയൊരു ഉപകാരമാണ്. ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് എന്തെങ്കിലും വരുമാനം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഇതൊക്കെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഉൾക്കൊണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അത് ഞാനൊരു വ്ളോഗായിട്ട് ഇടുക. അപ്പോൾ ഇനിയിപ്പോൾ ചിലപ്പോൾ ഒരാൾക്ക് തോന്നണം, വാഹിദ ആ ബിസിനസ് ബ്ലോഗിൻ്റെ ചാനലിൽ കണ്ട് നെല്ല് വാങ്ങി കുത്തി ഇങ്ങനെ നുറുക്കല്ലേരി കൊണ്ട് ചായക്കടി ഉണ്ടാക്കിയിട്ട് അത് കണ്ടിട്ട് തന്നെ എന്ത് രസമാണ്. അപ്പം ചുട്ടൊക്കെ കാണാൻ തിന്നാൻ കൊതിയാകുക. അപ്പോൾ വീട്ടിൽ മടിച്ചൊക്കെ ഇരിക്കേണ്ട പെണ്ണുങ്ങൾ എന്നാൽ ഞാനും എൻ്റെ കെട്ടിയനോട് കുറച്ച് നെല്ല് കൊണ്ടുവരാൻ പറയട്ടെ, എന്നിട്ട് ഞാനും കുത്തിങ്ങാണ്ട് ഇതുപോലുള്ള പലഹാരങ്ങളൊക്കെ ഉണ്ടാക്കട്ടെ തോന്നൂലേ? അപ്പം അത് അവർക്കും നല്ലതാണ്, അവരുടെ ശരീരത്തിനും നല്ലതാണ്, എല്ലാം കൊണ്ടും നല്ലതാണ്. എല്ലാവർക്കും നല്ല ടേസ്റ്റുള്ള ഭക്ഷണം കഴിക്കാനും പറ്റും. അപ്പം അതിനൊക്കെ വേണ്ടിയിട്ട് ഇങ്ങനെ ഓരോരോ കോമാളിത്തരല്ല കേട്ടോ, നല്ല കാര്യങ്ങളാണ്. ഇങ്ങനെ ഓരോരോ വ്ളോഗും കൊണ്ട് വരികയാണ്. അപ്പം എനിക്കിങ്ങനെ തോന്നും, പഠിച്ചോനെ ഞാൻ എന്തൊക്കെ ഇങ്ങനെ ഇതിലിടുന്നത്. അപ്പം എനിക്കിങ്ങനെ തോന്നും, പഠിച്ചോനെ 1-2 മാസം കൂടുമ്പോഴെങ്കിലും എനിക്ക് പിന്നെ ഫേസ്ബുക്കിൽ നിന്നായാലും യൂട്യൂബിൽ നിന്നായാലും തുച്ഛമായ വരുമാനം കിട്ടുന്നുണ്ടല്ലോ. അതിന് വേണ്ടിയിട്ടാണല്ലോ ഞാനിത് ചെയ്യുന്നത്. ഞാൻ ഇന്നെ തന്നെ പറഞ്ഞുകൊണ്ട് ഞാൻ ബോധ്യപ്പെടുത്തി മനസ്സിലാക്കിയിട്ടാണ് ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഞാനൊരു സാധാരണ സ്ത്രീയാണ്, ഒരു സാധാരണ വീട്ടമ്മയാണ്. ആരോടും ഒന്നിനും ഞാൻ ജോലിക്ക് വരുന്ന എൻ്റെ വീടായിട്ട് കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ്. ഒരാളതിനും കൈ കടത്താനോ ഒന്നിനും പോണില്ല. പക്ഷെ നമ്മളെ എന്താ പറയുക, ഞാൻ പറയണില്ല. പിന്നെ എന്തൊക്കെയുണ്ട് വർത്താനം, എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എൻ്റെ വീഡിയോകൾ എല്ലാവരും കാണണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ ഫോളോ ചെയ്യണം, യൂട്യൂബിൽ സബ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത് നമ്മുടെ ഈ കുത്തരി കൊണ്ടുള്ള റെസിപ്പി, ഇതുകൊണ്ട് ഞാൻ ഇഡ്ഡലി അല്ല, നൂൽപുട്ട്, ഓട്ടട, പാലപ്പം, വെള്ളപ്പം, ശീയപ്പം, ഇതൊക്കെ ഓരോന്ന് ഞാൻ അതുകൊണ്ട് ചുട്ട് ഉണ്ടാക്കി വരുന്ന വീഡിയോ കൊണ്ടൊക്കെ വരും. അതിനൊക്കെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം. ഇനി ഇതും കൂടി കുറച്ചും കൂടെ ഉണ്ട് കേട്ടോ, ചേറാൻ ഇതും കൂടെ ഉള്ളൂ. ഇതും കൂടി ചേറി എടുത്ത് അടച്ച് വെച്ചാൽ പിന്നെ കുഴപ്പമില്ല. പിന്നെ അവലിടിക്കുന്ന വീഡിയോ ചെയ്യാൻ പറഞ്ഞിരുന്നു. അവലിടിക്കണ എന്തായാലും ഞാൻ ചെയ്യും. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് താങ്ക്സ്. പിന്നെ ഒരുപാട് നല്ല കമൻറ്റുകളുണ്ട്, എനിക്ക് ഒരുപാട് നല്ല കമൻറ്റുകൾ. അതൊക്കെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതിലിടയ്ക്ക് വേണ്ടാത്ത കമൻറ്റും ഉണ്ട്. അതെനിക്ക് കുഴപ്പമില്ല, അവരിട്ടോട്ടെ, വേറെണ്ടാത്ത കമൻറ്റ് ഇട്ടോട്ടെ. ആദ്യമൊക്കെ ഞാൻ ബാഡ് കമൻറ്റിന് റിപ്ലൈ കൊടുത്തിരുന്നു, വീഡിയോ ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഞാനതൊന്നും ചെയ്യലില്ല. അപ്പോൾ അവരും ആ ബാഡ് കമൻറ്റ് ഇടുന്നവരും ഇത് കണ്ടിട്ടാണല്ലോ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ. അവർ നമ്മളെ ഫോളോ ചെയ്തിട്ടുണ്ട്, അവർ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് സന്തോഷമാണ്. അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ കണ്ടല്ലോ, ഞാനിങ്ങനെ ചേറി ഇങ്ങനെ ഓരോ ജോലികൾ. ഇന്നിപ്പോൾ സെക്കൻഡ് സാറ്റർഡേ, ഇത് 2ാം ശനിയാണ്. ഈ ദിവസത്തിൽ ചെയ്യുന്ന വീഡിയോ ആണ് ഇട്ടത്. നോമ്പാണ്. അപ്പോൾ പകല് കിട്ടിയ സമയത്ത് ഞാൻ അത് ചെയ്യാണ്. പിന്നെ നോമ്പും നിസ്കാരം നമ്മളെ ഇബാദത്തും എല്ലാം നമ്മളെ മനസ്സിലാണ്. അള്ളാഹു നമ്മളെ മനസ്സിലേക്കാണ് നോക്കുക, അല്ലേ? അള്ളാഹു നമ്മളെ മനസ്സിലേക്കാണ് നോക്കുന്നത്. നമ്മളെ നോമ്പ് നമ്മളെ നോമ്പ് നമ്മളെ കയ്യിലാണ്. നമ്മളെ ഇബാദത്ത്, നമ്മളെ ഈമാൻ എല്ലാം നമ്മളെ അടുത്താണ്. അത് നമ്മൾ എന്ത് ചെയ്യുക, അത് കാത്ത് സൂക്ഷിച്ച് അതുപോലെ മുന്നോട്ട് കൊണ്ടുപോയാൽ ഒരു പേടിയില്ല. എന്നിട്ട് എല്ലാവരും പറയും റമദാൻ മാസത്തെ സോഷ്യൽ മീഡിയയിലാണ് അങ്ങനെ പറയണോല് ശരി തന്നെ ആവാം, ശരി തന്നെയാണ്, എനിക്ക് തന്നെ അറിയാം ശരിയാണെന്നുള്ളത്. അങ്ങനെ നമുക്ക് ഞാൻ പറഞ്ഞല്ലോ വരുമാനത്തിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പം അങ്ങനത്തെ ആൾക്കാർ കുറ്റം പറയണോല് കൊണ്ടുവന്ന് തരട്ടെ. എന്നാൽ പിന്നെ ഞാനിത് നിർത്തിക്കോളാം. അപ്പം ഇന്നത്തെ വീഡിയോ എത്രയുള്ളൂ. ടാറ്റാ.